ഖരമാലിന്യം എന്ന് പറയുന്നത്, സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ താമസ സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമായി മാറി നാടിൻ്റെ ഒരു പൊതുബാധ്യതയായി മാറുന്ന ചിത്രമാണ് നിർഭാഗ്യവശാൽ പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ കണ്ടിരുന്നത്. എന്നാൽ അതിനു വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അത് ലോക്കൽ ബോഡി ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് മിനിസ്റ്ററുടെ തന്നെ നേരിട്ടുള്ള ചുമതലയുടെ കീഴിൽ ഒരു സംവിധാനമായി മാറുക എന്നും അതിനുശേഷം കേരളത്തിൽ 20ഓളം അത്തരം എവിടെയാണോ ഖരമാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നത്, മലകളുടെ പോലെയൊക്കെ ഉണ്ടായിരുന്ന ബ്രഹ്മപുരത്തിൻ്റെ കഥ നമുക്കറിയാം, അവിടെ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ കഥ അറിയാം. ഓരോ ജില്ലയിലും അത്തരത്തിൽ ഒരു സ്ഥലമെങ്കിലും അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് അതിനെ എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിച്ചെടുത്ത് അതിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തങ്ങളായ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ കേരളത്തിൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളും ലോകത്തിൻ്റെ തന്നെ വിവിധ നഗരങ്ങളുമൊക്കെ കേരളത്തെ പഠിക്കാൻ വേണ്ടി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ കീഴിലുള്ള സംരംഭങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നവകേരളത്തിന് ഈ ലോകത്തിന് സമ്മാനിക്കാനുള്ള മോഡൽ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.